വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ക്ലാസ്സിലൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ളൊന്നും കാണിച്ചിട്ടില്ല, രാവിലെ കുറച്ച് തിരക്കിലായിപ്പോയി. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ, ക്ലാസ് ഉണ്ട്, ലീവൊന്നുമില്ല. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പോകാൻ നേരത്തെ വീഡിയോ ചെയ്യാച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും റെഡി ആവലൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ഇൻട്രോ ആണ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഈ ഒരു യൂണിഫോമാണ് കേട്ടോ, ഞങ്ങൾക്ക് 3 യൂണിഫോമാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ശനിയാഴ്ച ഈ ഒരു യൂണിഫോമാണ്. ഓരോ ദിവസം ഇടവിട്ടിട്ട് ഓരോ യൂണിഫോം ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിനി ക്ലാസ്സിന് പോകുന്ന വീഡിയോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. ഇന്നിപ്പം മിക്കവാറും വർക്ക്ഷോപ്പൊക്കെയാണ് നടത്താറുള്ളത്. ഇപ്പം ഇൻറ്റേൺഷിപ്പിന് പോകാറായതുകൊണ്ട് തന്നെ ഒരുപാട് വർക്ക്ഷോപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വിഷയത്തിലും നമ്മൾ കുറേ TLMs ഒക്കെ ഉണ്ടാക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്നും അതുതന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്, റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പുതിയ വീഡിയോസിൻ്റെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ്, പിന്നെ പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ പോവാൻ ഇറങ്ങിയ സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കോട്ടൊന്നും ഇടാൻ നിന്നില്ല, വേഗം പോവാൻ വിചാരിച്ചു. കാരണം എനിക്കങ്ങനെ കോട്ട് ഇടുന്നത് ഇഷ്ടമില്ല, റെയിൻ കോട്ട് കേട്ടോ. അപ്പം കോട്ട് എടുക്കാൻ മാറ്റിയുള്ളത് പോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് നനഞ്ഞു പോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വേഗം മഴ വരുമ്പോഴത്തേനും പോകാം. ഒന്നാമത് കോട്ടൊക്കെ ഇട്ട് സെറ്റായി അവിടെ വണ്ടി കയറുമ്പോഴത്തേനും അവിടെ എത്താറായി. 5 മിനിറ്റേ ഉള്ളൂ. അപ്പം പിന്നെ വെറുതെ അതൊരു മെനക്കാടല്ലേ എഴുതിയിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ പോവുകയാണ്. കണ്ടോ, ഞാൻ വണ്ടിയുമ്പോൾ കയറിയപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അതാണ് എന്നും ഇങ്ങനെ തന്നെ. ഞാൻ വണ്ടിയുമ്പോൾ കയറിയോ അപ്പം മഴ പെയ്യും. ഞാൻ കോട്ട് കൊടുക്കില്ല, എപ്പോൾ പോകാലോ എത്താലോ വിചാരിക്കും. 5 മിനിറ്റല്ലേ ഉള്ളൂ ഇവിടുന്ന്, പക്ഷെ അപ്പത്തേനും മഴ പെയ്യും. ഞാൻ വേഗം പോട്ടോ, വീഡിയോ എടുക്കണ നേരം. എന്തോ ഭാഗ്യത്തിന് വലുതായിട്ടൊന്നും മഴ പെയ്തില്ല, ജസ്റ്റ് ഒന്ന് ചാറേ ചെയ്തുള്ളൂ. അത് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം എല്ലാവരും വന്നിക്കണെന്ന് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ ഇതൊക്കെ പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചതാണല്ലോ. എന്തായാലും ഇന്നിപ്പോൾ മറ്റ് കുട്ടികൾക്കൊന്നും അങ്ങനെ ക്ലാസ് അധികമില്ല, അതായത് CBSE കുട്ടികൾക്കൊന്നും ക്ലാസ് ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഹൈസ്കൂളത്തെ കുട്ടികൾക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സീനിയേഴ്സിന് 4th സെമ്മിൻ്റെ ES എക്സാമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ അവർ എക്സാം എഴുതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് വേറെ ക്ലാസ്, ഞങ്ങളുടെ ശരിക്കുള്ള ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലാസ്സാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ താമര കൃഷി കേട്ടോ, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് താമരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളോട് പിന്നെ ആ ക്ലാസ്സിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പോവുക. മറ്റേ ക്ലാസ്സിൽ സീനിയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പല്ലേ, അപ്പോൾ പിന്നെ കാര്യമായിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ ക്ലാസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമൃതവാണി ഉണ്ട് കേട്ടോ. അമൃതവാണി നമ്മുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ അല്ല, ഇതിന് മുന്നേ പഠിച്ചു പോയ ബാച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതിലൊക്കെ പോയിരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അധിക പേരൊന്നും വന്നിട്ടില്ല, കുറേ പേരൊക്കെ ലീവാണ്. അപ്പോൾ എന്തായാലും ഞാൻ നീവിനെ കണ്ടു, ഞാനും നീവി കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ നാഫി വന്നിട്ടില്ല, അപ്പോൾ അവളെയും വെയിറ്റ് ചെയ്യാണ്. ഈ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീലിംഗ് ചെയ്തിട്ടില്ല കേട്ടോ, ഓടാണ്. അപ്പോൾ ഒരു പ്രത്യേക തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അതേപോലെ തന്നെ ചൂടുകാലമായ നല്ല ചൂടും ഉണ്ടാവും, അതെന്താണെന്നറിയില്ല. ഞങ്ങളങ്ങനെ അധികം ഇവിടെ ഇരുന്നിട്ടില്ല. അപ്പോൾ അഭിനവ് ആരോടോ സൊള്ളുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും ഫോൺ വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. നമ്മുടെ സ്റ്റാഫ് റൂമിൽ ഫോൺ കൊണ്ടുപോയി വെക്കണം. എന്ത് വെറുപ്പിക്കലറിയാം, യൂട്യൂബർ വോൾഗാർ അത്ര എളുപ്പുണ്ടടി കണക്കൊക്കെ. അപ്പോൾ ഫോണൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ ആ വരാന്തയിലൊന്നും ഇരുന്നു. എന്താ പറയുക, നീവിനോട് ഇങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ അവൾ വെറുതെ ഇങ്ങനെ നോക്കട്ടെ ഞാൻ വീഡിയോ എടുക്കണേന്. അപ്പോൾ അതാണ് ഇതിന് മുന്നേ കണ്ട ക്ലിപ്പിങ്സിലുള്ളത്.
അപ്പോൾ എന്തായാലും സീനിയേഴ്സൊക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി ഇങ്ങനെ ഹാളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഫ്ന ഞങ്ങളെ ക്ലാസ്സിലെ പാട്ടുകാരികളിൽ ഒരു പാട്ടുകാരിയാണ്. അപ്പോൾ അവളിങ്ങനെ ഇരുന്ന് പാടുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താൽ കേട്ടോ. പിന്നെ എന്താണ് ഫർസാന, സഫ അവരൊക്കെ വീഡിയോയിൽ ഇങ്ങനെ പരിചയപ്പെടുത്താണ്. അപ്പോൾ ഫർസാന നല്ലോണം ചിത്രം വരക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളെയും കൊണ്ട് എനിക്ക് മാസ്കിനുള്ള ചിത്രങ്ങൾ, മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരപ്പിച്ചു. പിന്നെ കളർ ചെയ്യാൻ ഇവയും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാസ്കുകൾ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരുൺ ഇങ്ങനെ എന്തൊക്കെയോ കത്തി പറയുന്നുണ്ട്. ഇടയിൽ EVSൻ്റെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു, വേറൊരു ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്തായാലും അതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. ഇപ്പോൾ ഫുള്ള് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വരിക, രാവിലെ വരിക, കുറേ വെട്ടലും ചിത്രം വരക്കലും ഓരോ ഐറ്റംസ് ഉണ്ടാക്കുക. കാരണം നമ്മളിനി സ്കൂളിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ മാക്സിമം TLMs ഒക്കെ യൂസ് ചെയ്യണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ പറ്റാവുന്ന അത്രയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കി ഉണ്ടാക്കണം. 45 ദിവസത്തെ ട്രെയിനിങ് ആണല്ലോ, അപ്പം ഒരുപാട് ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ. കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ചാർട്ട് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കാണിക്കുകയാണ്. ഇത് കൈ വൃത്തിയായി കഴുകി കഴിഞ്ഞാൽ കയ്യിൽ അണുക്കളൊക്കെ പോകുക എന്നുള്ളൊരാശയമാണ്. അപ്പോൾ അനിൽ മാഷും വിജി ടീച്ചറും ആരതി ടീച്ചറൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാത്തിനും അഭിപ്രായമൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇതാണ് അമ്രു അല്ലേ? എന്തെങ്കിലും പറഞ്ഞോ? അസ്ന വളരെ നല്ല കുട്ടിയാണ്. അടുത്ത് നിർത്തിക്കൊണ്ട് പൊക്കാണ് കേട്ടോ ഗൈസ്. ആയിഷൊക്കെ പോയി ആരെൻ്റെ ബാക്കിൽ. അങ്ങനെ 3:30 ആയപ്പം ക്ലാസ് വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇന്നിപ്പോൾ വർക്ക്ഷോപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ 3:30 ആയപ്പോൾ വിട്ടു, അല്ലെങ്കിൽ 4 മണി വരെ ഉണ്ടാകും. പിന്നെ കുട്ടികളും കുറവാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്ക്ഷോപ്പും കഴിഞ്ഞു. ഇപ്പോൾ EVSും ഇംഗ്ലീഷും അതുപോലെ മലയാളത്തിൻ്റെ ഇന്ന് അതും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കിയൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഒരുപാട് മാസ്ക് ഉണ്ടാക്കാണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഇതാ ടീമൊക്കെ കൂടി പോവുകയാണ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഡേ ഒന്ന് ഷൂട്ട് ചെയ്യണം തോന്നി, അപ്പോൾ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു. പോപ്പിക്കൂടാ ഗൈസ്, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയാണല്ലോ. ഇന്ന് ഇവനെ പറ്റി എന്തെങ്കിലും പറയണോ? കച്ചറ സ്വഭാവമാണ് ഗൈസ്. ആരും തല വെക്കണ്ട ഗൈസ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതൊക്കെ മൻ തെറ്റായിരുന്നു. എന്തിന്? അതിന്റെ 2 ദിവസം മുന്നേ അസ്ന ഫുള്ള് തെറ്റായിരുന്നു. അല്ല ഞാൻ എന്തിനായിട്ട് തെറ്റിന് ഇവനോട് ഉച്ചക്ക് കച്ചറ വോയിസിലോട്ടൊക്കെ മ്യൂസിക് എത്തിയ ടൂടൂടൂടോ. അപ്പോൾ ഞങ്ങൾ TTCക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും പലരും പല ഏജ് ഗ്രൂപ്പുള്ളവരാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു തെറ്റലും മിണ്ടലൊക്കെ ആയിരുന്നു നിങ്ങൾ കേട്ടത്. അതായത് മിനിറ്റുകൾ കൊണ്ടാണ് തെറ്റുക. എന്തിനാ പിന്നെ കാരണം പോലും അറിയില്ല. ഇപ്പോൾ ഒരു പുതിയൊരു ഇതാണ് തോന്നുന്നുണ്ട്, ഫുള്ള് തെറ്റലാണ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ട് അങ്ങനെ സംസാരിച്ച് വന്നത്. പിന്നെ ഒന്ന് വണ്ടിയൊക്കെ എടുത്തു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നെഫ്ലാടെ വീട്ടിലാണ് കേട്ടോ ഇവർ ഈ ഉണ്ടാക്കുന്ന TLMs മൊത്തം നെഫ്ലാടെ വീട്ടിലാണ് കൊടുന്ന് വെക്കുക. അപ്പോൾ അതിന് നെഫ്ലാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സിറ്റ് ഔട്ടിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയാണ് അതിൻ്റെ ചർച്ച. നെഫ്ല വീട് പൂട്ടി പോയിട്ടുണ്ടാവും, കാരണം അത്രയേറെ ഉണ്ടാവും. ആളെ റൂം നിറഞ്ഞിട്ടുണ്ടാവും. ഇവർ ഓരോരുത്തരുടെയും സാധനങ്ങൾ ഒരുപാട് ദൂരമുള്ളവരൊക്കെ കൊണ്ടുപോകേണ്ട വിചാരിച്ചിട്ട് അവളെ വീട്ടിലാണ് വെക്കുക. അപ്പോൾ ഷംസിത പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ നന്നായിട്ട് ചിത്രമൊക്കെ വരക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും പോവുകയാണ്. അപ്പോൾ ഞാൻ സെഫൻ്റെ അടുത്ത് ഫോൺ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു പോണത് അങ്ങനെ എടുത്തോ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവർ പറയുകയാണ് കേട്ടോ. പക്ഷെ അവർക്ക് പണി തന്നു കേട്ടോ, നല്ലൊരു പണിയാണ് തന്നത്. പിന്നെ അങ്ങനെയാണ് ഒപ്പിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ അങ്ങോട്ട് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് എല്ലാവരും പോകുന്നു. ഇപ്പോൾ എവിടേക്കും പോകണില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് തോന്നുമ്പോഴേ അന്ന് പോയിരുന്ന പോലെ പോകുള്ളൂ. ഇന്നിപ്പോൾ നേരെ എല്ലാവരും വീട്ടിൽ പോവുകയാണ്. മഴയുണ്ട്, മഴ പെയ്തിട്ടില്ല. അപ്പോൾ കണ്ടില്ല ഇവരിന്നെ അവിടെ ഫോൺ തരാണ്ട് മുന്നിക്ക് കുറേ പോയിട്ടോ. ഞാനാണെങ്കിൽ ഇവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് എൻ്റെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. എന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മഴയൊന്നും കൊള്ളാതാണ് തിരിച്ചെത്തി. സമാധാനം. കോട്ടിടേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു നോക്കും കേട്ടോ. കാരണം ഇത് തന്നെയാണ് കാരണം. ഞാൻ റൂമൊക്കെ എത്തിയിട്ടുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ കൂടെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കണം. റൂമൊക്കെ എത്തിയപ്പോഴത്തേന് ആൾ കയറി നിൽക്കണു. അപ്പോൾ എങ്ങാനും സീറ്റ് കഷ്ടകാലത്തിന് കയറി കഴിഞ്ഞാലോ വിചാരിച്ചിട്ട് റിസ്ക് എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ വിരിച്ചിടുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മിന്നു വീഡിയോയിലുണ്ട്. അവർ പെട്ടെന്ന് കയറി വന്നതാട്ടോ. മിന്നുണ്ട്, മോനുണ്ട്, അമ്മായി ഉണ്ട്, ആത്തുണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ
മിന്നിപ്പോൾ ഹോസ്റ്റലിലാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അവളെ കാണുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. മോനും ഇതേപോലെ ഇപ്പോൾ വന്നതാണ് ലണ്ടനിൽ നിന്ന്. അപ്പോൾ ഓനും കാണുകയാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് എനിക്കൊരുപാട് ചിരി വന്നു. അപ്പോൾ അത് ഫാഷനാണെങ്കിൽ പോലും ഞാൻ കുറേ ചിരിച്ചിട്ട് ഇങ്ങനെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈത്തപ്പഴമാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ മിന്നു നാളെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോകുക. അപ്പോൾ അവൾ ജസ്റ്റ് ഒന്നിങ്ങനെ വന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ മോനുവിനെ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ കിളിപ്പച്ച ടീഷർട്ട്, അത് ഇത്ര ലൂസിൽ നമ്മളെ എന്താ പറയുക പുലിവാൽ കല്യാണത്തിൽ ഹരിശ്രീ അശോകൻ്റെ ആ ഒരു യൂണിഫോം ഇല്ലേ, അതേപോലെ ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ വന്ന് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു കേട്ടോ. അധികം നേരം നിന്നില്ല. അപ്പോൾ അവർ പോവുകയാണ്. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇന്ന് 3:30 വിട്ടതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. സലമോൾ വന്നിട്ടില്ല. അപ്പോൾ സലമോളെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം പറഞ്ഞിട്ട് അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും എത്തണം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ മിന്നുവിന് ഇങ്ങനെ പോകാൻ മനസ്സൊന്നും ഇല്ല. കാരണം അവൾ ഹോസ്റ്റലിൽ നിന്ന് ഒരു ദിവസത്തെ ലീവിനൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവൾ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടികൾക്ക് നിന്നു. എനിക്കിന്ന് കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെഷീനിലിട്ടു. മെഷീനിലിട്ടിട്ട് അത് അലക്കിക്കൊണ്ടിരിക്കണ നേരം കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യും. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണുണ്ട് കേട്ടോ. ഓളിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ അടുക്കള തിരഞ്ഞപ്പോൾ അടുക്കളയിൽ ഇത് അവർ കഴിച്ചിട്ട് സ്നാക്സൊക്കെ ബാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഇങ്ങനെ പോണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് പൂച്ചക്ക് കൊടുക്കാനാണ്. അല്ല, പൂച്ചക്ക് ഞാൻ കൊടുക്കില്ല, എനിക്ക് കഴിക്കാനാണ്. കാരണം എനിക്ക് തന്നെ അത് തികയുമോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ വെറുതെ അത് അലക്കണ സമയം കൊണ്ട് വെറുതെ ഇരുന്നിട്ട് പൂച്ചനെയും കണ്ടുകൊണ്ട് അത് കഴിച്ചു. അപ്പോൾ ചില പൊട്ടൊക്കെ കൊടുക്കും കേട്ടോ. കാരണം അത് മുന്നിൽ ഇങ്ങനെ ഇരിക്കല്ലോ. പക്ഷെ അവർക്ക് ഇതൊന്നും ഇഷ്ടമില്ല. അവർക്ക് മീനോ ചിക്കനോ പൊറാട്ടയൊക്കെ കിട്ടിയാണ്. ഗർഭിണിയാണെങ്കിലും ഓളെ കിളികളെ കുടിച്ചാൻ പോകണുണ്ടോ? ഗുൽമല്ലാതെ ഇവൾക്കിപ്പോൾ എന്താ അതിൻ്റെ ആവശ്യം? ഇവിടെ ഒന്ന് കടന്നു തുടങ്ങിയാൽ പോരെ? കണ്ടോ കാട്ടിന് ആ കിളികളപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ പമ്മിരിക്കുകയാണ് ഐറ്റങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട്. കാണുന്നുണ്ടോ? അതാ ഉണ്ടോ ആയിരിക്കണു പമ്മിരിക്കുക. ഇപ്പം കിട്ടും. പിന്നെ ഞാൻ രാത്രിയൊക്കെ ആയപ്പം ഭക്ഷണം കഴിച്ചു. ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ കുറച്ച് പൽച്ചായയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്കൊക്കെ എഴുതാനൊക്കെ വേണ്ടിയിരുന്നു. ഇന്ന് എഴുത്തല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ മാസ്ക് ഉണ്ടാക്കണതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഫർസ് ഒരുപാട് ഫർസാന അവൾക്ക് നല്ല ചിത്രം വരക്കാൻ വയ്ക്കും. അപ്പോൾ അവൾ കുറേ എല്ലാ മാസ്കും ഒരു വിധം അവൾ തന്നെ ഉണ്ടാക്കി തന്നത്, വരച്ച് തന്നത്. പിന്നെ നിവി വരച്ച് തന്നിരുന്നു. അവൾ ചിത്രം വരക്കാൻ സഹായിച്ചു. അങ്ങനെ കാരണം ഒരുപാടുണ്ടായിരുന്നു, ഒരു 8-9 മാസ്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നാമത് എനിക്ക് ചിത്രം വരക്കാൻ അറിയില്ല ഒട്ടും. ചിത്രം രചന പറഞ്ഞാൽ എൻ്റെ ഒരു ടേസ്റ്റിലേ ഇല്ലാത്തൊരു ഹാബിറ്റേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊട്ടും ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ ഞാൻ അവർ വരച്ച് തന്നത് കളർ കൊടുത്ത് വെട്ടുക കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. നേരം 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ അധികം സമയം വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ മൈൻഡപ്പ് പറഞ്ഞു, പക്ഷേ ഒട്ടും കേൾക്കാണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.